നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഈ പുനർവായനകൾ പലപ്പോഴും നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നതാണ്. പ്രത്യേകിച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ 5-10 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യവും 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന കാര്യവുമായിട്ട് അജഗജാന്തര വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് രസകരമായി തോന്നാം. ഈ വിഷ്വൽ മീഡിയകൾ സജീവമാകുന്നതിന് മുമ്പ് പ്രിൻ്റ് മീഡിയകളിൽ പറയുന്നത് പലപ്പോഴും വിസ്മൃതിയിലായിപ്പോവും, മറന്നുപോകും. നമ്മൾ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ അന്ന് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ, തെളിവ് തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതിനാൽ തന്നെ എന്തും നിഷേധിക്കാം. രാഷ്ട്രീയക്കാരൊക്കെ സ്ഥിരമായിട്ട് നിഷേധിക്കുന്ന അതുകൊണ്ടാണ്. വിഷ്വൽ മീഡിയയിൽ പറഞ്ഞിട്ട് നിഷേധിക്കുന്ന കാലമാണിപ്പോൾ. നമ്മൾ വി ഡി സതീശനൊക്കെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മാതൃഭൂമിയൊക്കെ എടുത്ത് കാണിക്കുന്ന കേട്ടിട്ടില്ലേ, 24 ഒക്കെ എടുത്ത് കാണിക്കുന്ന കേട്ടിട്ടില്ലേ. പറഞ്ഞതുപോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ വിഷ്വൽ മീഡിയയുടെ കാലം വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് വിഷ്വൽ മീഡിയ വന്നതിനാൽ മാറി പറഞ്ഞാൽ തെളിവ് ഉടനെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. PC ജോർജൊക്കെ പെട്ടുപോകുന്നത് വിഷ്വൽ മീഡിയ ശക്തമായതുകൊണ്ടാണ്. 15 വർഷം മുമ്പ് 2010 ഫെഫ്കയുടെ സർവാധികാരിക്കാരനായ B ഉണ്ണികൃഷ്ണൻ SV മെഹ്ജൂദ് എന്ന് പറഞ്ഞൊരു പത്രക്കാരനുമായി സുദീർഘമായൊരു അഭിമുഖം നടത്തി. അതിലെ സിനിമ ഒഴിച്ചുള്ള ബാക്കി വിട്ടു. അത് വാസ്തവത്തിൽ ഒരു എപ്പിസോഡ് ചെയ്യേണ്ടതാണ്. കാരണം രാഷ്ട്രീയത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കി. നമ്മൾ സിനിമ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. വലിയ അഭിമുഖമായിരുന്നു. 15 വർഷം കഴിഞ്ഞ് ആ മുഖാമുഖം പുനർവായന നടത്തിയപ്പോൾ എനിക്ക് രസകരമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ ആ 15 വർഷം മുമ്പ് ഈ മെഹ്ജൂദുമായിട്ട് നടത്തിയ അഭിമുഖം, അതിലെ സിനിമാ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. 15 വർഷം മുമ്പ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫെഫ്കയുടെ തലപ്പത്ത് നിന്നും ഞാൻ മാറും എന്നതായിരുന്നു. ഫെഫ്ക രൂപീകൃതമായി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അഭിമുഖം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അഭിമുഖം കൊടുത്ത് 15 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫെഫ്ക രൂപീകൃതമായി 2ാം വർഷം ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഫെഫ്കയുടെ തലപ്പത്ത് നിന്ന് ഞാൻ മാറും എന്നാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഫെഫ്കയുടെ തലപ്പത്ത് നിന്നും മാറുന്നതെന്നും ഉണ്ണികൃഷ്ണൻ അസന്നിഗ്ധമായി അതിൽ പറയുന്നുണ്ട്. അല്ലാതെ ഫെഫ്ക എനിക്ക് കൊണ്ടുനടക്കാൻ വയ്യാത്തതൊന്നുമല്ല, പക്ഷേ ഞാൻ മാറുന്നു, എനിക്ക് വേറെ ചില സ്വകാര്യ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 15 വർഷം കഴിഞ്ഞിട്ട് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ മാറിയതുമില്ല. ഉണ്ണി ഒന്ന് മാറിക്കിട്ടിയാൽ ആ സീറ്റിൽ പൊറുതിയാകാൻ കാത്തിരിക്കുന്നവർ നിരാശരായി നടക്കുന്നു എന്നതും, ഉണ്ണി ഫെഫ്കയുടെ തലപ്പത്തു നിന്നും മാറിക്കിട്ടിയാൽ ഫെഫ്കയെ തുലയ്ക്കാമെന്ന് കരുതുന്ന കൂട്ടരും വർത്തമാനകാല കേരളത്തിലുണ്ട്, സിനിമയിലുണ്ട്. കാരണം ഒന്ന് ഉണ്ണി മാറിക്കിട്ടിയാൽ ആ ജനറൽ സെക്രട്ടറി പോസ്റ്റിന് വേണ്ടി ഉടുപ്പും തച്ചിരിക്കുന്ന കുറേ പേരെ എനിക്കറിയാം, സ്വപ്നം കാണുന്നവർ. പക്ഷേ ഉണ്ണിയുടെ അനുവാദം വേണം. അപ്പോൾ ഉണ്ണി പറയാണ് ഇദ്ദേഹം ആവട്ടെ എന്ന് എന്നെപ്പറ്റി പറയണേ എന്ന് ആശിക്കുന്നവരുണ്ട് ഫെഫ്കയിൽ. അതുപോലെ തന്നെ ഉണ്ണി ഒന്ന് മാറിയാൽ ഫെഫ്കയെ തുലയ്ക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കീചകന്മാരുമുണ്ട്. ഉണ്ണിയുടെ സംഘടനാ പാടവത്തിൻ്റെ മികവും സംഘടനാ നേതാവ് എന്ന ഐഡൻറ്റിറ്റിയിൽ ഉണ്ണി സിനിമയിൽ നേടിയെടുത്ത വളർച്ചയിലെ കൊതിക്കറിവുമുള്ളവരുടെ നിരാശയും ഒക്കെ ഈ പുനർവായന നടത്തുമ്പോൾ ഞാൻ നന്നായി ആസ്വദിച്ചു. കാരണം ഉണ്ണി ഒന്ന് മാറിക്കിട്ടിയാൽ എന്തെല്ലാം സ്വപ്നം കാണുന്നവരുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. 1000 കോഴിക്ക് ഒരു കാട എന്ന് പറയുന്നത് പോലെ ഫെഫ്കയുടെ തലപ്പത്ത് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന സംഘടനാ നേതാവിന് പകരം കൗശലപൂർവ്വം കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന തന്ത്രജ്ഞനെതിരെ, ഉണ്ണികൃഷ്ണൻ നല്ല തന്ത്രജ്ഞനാണല്ലോ. സിനിമാ സംഘടനകൾ അതിപ്പോൾ നിർമ്മാതാക്കളുടെയോ അഭിനേതാക്കളുടെയോ തിയേറ്ററുകാരുടെയോ ആകട്ടെ, അവരെടുക്കുന്ന ഏത് കാര്യത്തിനും B ഉണ്ണികൃഷ്ണൻ എന്ന മനുഷ്യൻ്റെ തീരുമാനം കൂടി വേണ്ടി വരും എന്നതാണ് ഇന്നത്തെ അവസ്ഥ. സിനിമാക്കാരുടെ സമരം പൊളിഞ്ഞതടക്കം, ഈ അടുത്ത കാലത്ത് സിനിമാക്കാർ ജൂൺ 1 മുതൽ സമരം എന്ന് പറയും, സൂചന പണിമുടക്ക് ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞത് പൊളിഞ്ഞത് സത്യം പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ നിസ്സഹകരണം കൊണ്ടാണെന്ന് ഞാൻ പറയും. പക്ഷേ സിനിമാ നേതാവ് മാടമ്പിയുടെ നീക്കങ്ങൾ ക്ലച്ച് പിടിക്കാത്തതടക്കം, ഇവിടെ ഒരു സിനിമാ നേതാവ് ഉണ്ടായിരുന്നല്ലോ, എല്ലാം എൻ്റെ കാൽ കീഴിലാണ്, എനിക്ക് ഡേറ്റ് തരാത്തവനെ ഞാൻ ഒതുക്കും, അവനെ വെച്ച് പടം ചെയ്യുന്നവന്മാരുടെ ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നതെന്നൊക്കെ വാചകം അടിച്ച ഒരു മാടമ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് നല്ല സകലകലാ വല്ലഭൻ, എന്ത് നല്ല നിർദോഷിയായ മനുഷ്യനെന്നറിയോ.
പക്ഷേ ഒരു കാലത്ത് അയാൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾക്ക് സിനിമാക്കാർക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ പഴയ സിനിമാ നേതാവ് മാടമ്പിയുടെ നീക്കങ്ങൾ ക്ലച്ച് പിടിക്കാത്തതടക്കം ഉണ്ണിയുടെ അവസരോചിതമായ നീക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നറിയാൻ നമ്മൾ പാഴൂർ വരെയൊന്നും പടുപുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ഉണ്ണി എടുക്കുന്ന നിലപാടുകൾ അത്രയും വ്യക്തവും ശക്തവുമായതുകൊണ്ടാണ് ഫെഫ്ക അനുദിനം വളരുന്നത് എന്ന് ഞാൻ പറയും. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ഉണ്ണി എനിക്കെതിരെ കൊടുത്ത 2 കേസുകൾ പിൻവലിപ്പിക്കാനുള്ള സോപ്പിടലാണെന്നോ ഉണ്ണികൃഷ്ണൻ ആകാത്തതിലുള്ള നിരാശ കൊണ്ടാണെന്നോ ഫെഫ്കയിൽ വീണ്ടും കയറാനാണെന്നോ പറഞ്ഞാൽ ഞാനതിന് പുല്ലിൻ്റെ വില നൽകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വന്നെഴുതുന്ന മാനസരോഗികളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാറില്ല. ഇപ്പം തന്നെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചത് എന്തായെന്ന് ഞാൻ പലവട്ടം നമ്മുടെ പ്രോഗ്രാമുകളിൽ പറഞ്ഞതാണ്. ഒരു മാനസരോഗിയായ തെമ്മാടി എനിക്കെതിരെ വ്യാജക്കത്ത് അയച്ചപ്പോൾ ആ ഒറ്റ പോയിന്റിൽ അവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ട് ജനറൽ ബോഡി നടത്തിയാൽ മതിയെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുന്നു. ഞാനടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുന്നു. ആരാ തീരുമാനിച്ചത്? ആ പോളൊന്നുമല്ല. സിബി മലയിൽ, കമൽ, സിദ്ദിഖ്, ബി ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് അവർ ചെയ്തത് എന്താ? ഈ തെമ്മാടി മാനസികരോഗിയെ ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവിൽ എടുക്കുന്നു ഉണ്ണികൃഷ്ണൻ. പിന്നെ അയാളെ 3 വർഷം വൈസ് പ്രസിഡൻ്റാക്കി വെച്ചു. ആരാ വാഴിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ, ബി ഉണ്ണികൃഷ്ണൻ വാഴിച്ചു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ രാജിവെച്ച് പോയത്. ഇവിടെ പലരും പറയുന്നത് ഫെഫ്കയിൽ നിന്ന് പുറത്താക്കില്ലേടാ, നീ ഒരു അലവലാതിയായിട്ടല്ലേ നിന്നെ ഫെഫ്കയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയാറുണ്ട്. ഞാനത് കാണുമ്പോൾ ചിരിക്കേ ഉള്ളൂ. കാരണം സിനിമയിലുള്ള എൻ്റെ ശത്രുക്കൾ പോലും പറയില്ല എന്നെ പുറത്താക്കിയതാണെന്ന്. കാരണം ഞാൻ രാജിവെച്ച് പോയതാണ്, ഇനിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ രാജിവെച്ച് പോയത്. നിങ്ങൾ ദിനേശിനോട് കാണിച്ചത് നന്ദി കേടല്ലേ എന്ന് ചോദിച്ച ആളുകളെ എനിക്കറിയാം. ഉണ്ണി പറഞ്ഞ മറുപടി, എനിക്ക് ഭാര്യയും ഒരു മകളും ഉള്ളതാണ്, എനിക്ക് മനസ്സമാധാനം കിട്ടാൻ ഇതേ ഉള്ളൂ ഏക പോംവഴി. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ചെയ്തത്. എനിക്കതുകൊണ്ടാണ് ഉണ്ണിയോട് പകയില്ലാത്തത്. കാരണം ഉണ്ണികൃഷ്ണൻ ഒരു മനസ്സമാധാനം വേണം. അയാൾ സംഘടനാ കാര്യങ്ങളുമായി എറണാകുളം വിട്ടാൽ അപ്പോൾ അയാളുടെ വീട്ടിൽ വിളിച്ച് ഫോണിലൂടെ അനാവശ്യം പറയുന്ന ഒരുത്തനെ ഒതുക്കണമെങ്കിൽ അവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തിട്ടാൽ എന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവൻ പറയണം എന്നെ വൈസ് പ്രസിഡൻ്റ് ആക്കണം. ശരി, അടുത്ത 3 വർഷം കഴിഞ്ഞ് നിങ്ങളെ വൈസ് പ്രസിഡൻ്റ് ആക്കുക. അതും ഉണ്ണി വാക്ക് പാലിച്ചു. 3 വർഷം വൈസ് പ്രസിഡൻ്റ് ആക്കി. ഉണ്ണിയുടെ കാഴ്ചപ്പാടിൽ 100% ശരിയായിരുന്നു ആ നീക്കമെന്ന് ഞാനും പറയും. ഈ മാനസികരോഗിയെ ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവിൽ എടുത്തതോടെ കഴിഞ്ഞ 6 വർഷമായി മലയാള സിനിമയിൽ ഒരാൾക്കും ഒരു ഊമക്കത്ത് വരികയോ ശബ്ദം മാറ്റി ഫോണിലൂടെ വിളിച്ച് വീട്ടുകാരോട് അനാവശ്യം പറയുകയോ വീടിൻ്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് വ്യാജ പോസ്റ്റർ ഒട്ടിക്കുകയോ ഒന്നും നടന്നിട്ടില്ല കഴിഞ്ഞ 6 വർഷമായിട്ട്. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ നിങ്ങൾ ആലപ്പി അഷ്റഫിനെ ചോദിച്ചു നോക്കൂ. ആലപ്പി അഷ്റഫിൻ്റെയൊക്കെ പേരിൽ വ്യാജക്കത്തിറക്കിയ മഹാനാണ്. ഊമക്കത്തിറക്കുക, ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ വിളിച്ച്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ വേണമെങ്കിൽ മാറ്റി പറയും, ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ വിളിച്ച് ഫോണിലൂടെ എന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞ് നിറശബ്ദം മാറ്റി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കത്ത് റെഡിയാക്കിയിട്ട്, ഊമക്കത്ത് റെഡിയാക്കിയിട്ട് ഒരുത്തൻ്റെ പൈസ കൊടുത്ത് സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരുത്തമുണ്ട്, അവൻ്റെ കൊടുത്തയക്കും. അവൻ കൊല്ലത്തിറങ്ങി ഒരു 50 എണ്ണം പോസ്റ്റ് ചെയ്യും. അവിടുന്ന് അടുത്ത ബസ് കയറി ആലപ്പുഴ ഇറങ്ങി ഒരു 50 എണ്ണം പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ കോഴിക്കോട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യും, എറണാകുളത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യും. അവിടെ ആയിട്ടേ പോസ്റ്റ് ചെയ്യുള്ളൂ. പിടിക്കാൻ പറ്റാതിരിക്കാനാണ് ഇത് ചെയ്തിരുന്നത്. എനിക്ക് നല്ല വേദനയുണ്ടായി. കാരണം എന്നെ ശരിക്കും പറഞ്ഞാൽ കുരിശ് തറച്ചു എന്ന് തന്നെ പറയാം. കാരണം എന്നോട് നമുക്ക് നാളെ രാവിലെ ജനറൽ ബോഡിയിൽ ആദ്യം ഈ ഇഷ്യൂ വെച്ച് ആ മാനസികരോഗിയെ പുറത്താക്കിയിട്ടേ നമ്മൾ ജനറൽ ബോഡി തുടങ്ങൂ എന്ന് വാക്ക് തന്ന ആളാണ് സിബി മലയിലും കമലും സിദ്ദിഖും. രാത്രി ഞാൻ താമസിച്ച YMCAയിൽ വന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്, എല്ലാം ഓക്കെയാണ് ദിനേശ്, ഇനി അവൻ ഈ സംഘടന വേണ്ട, അവനെ കളഞ്ഞിട്ടേ നമ്മൾ ഇനി ബാക്കി തുടരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ രഞ്ജി പണിക്കരെ വെച്ച് കളിച്ച് ഇതിനെ ഉൾട്ടയടിച്ചത്. അത് എനിക്ക് വേദനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ രാജിവെച്ച് പോയെങ്കിലും ഉണ്ണികൃഷ്ണൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ദീർഘവീക്ഷണം ഫലിച്ചു എന്നാണ് പറയേണ്ടത്. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് ആർക്കും ഉമ്മക്കത്ത് മലയാള സിനിമയിൽ ചെന്നിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചതാണ് അതിനേക്കാൾ രസകരം. അവിടെയാണ് ഈ ഉണ്ണിയുടെ കൗശലം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം നടന്ന ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ഭരണസമിതിയിൽ ഈ മാനസികരോഗിയെ അങ്ങ് ഒഴിവാക്കി. 6 വർഷമായല്ലോ, അതുകൊണ്ട് ഒഴിവാക്കി. ഇനി അയാൾക്ക് ഊമക്കത്ത് അയക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി കളഞ്ഞു ഉണ്ണികൃഷ്ണൻ. പുറത്താക്കിക്കൊണ്ട് ഇനി ഊമക്കത്ത് അയച്ചാൽ അയാളാണെന്ന് വീണ്ടും തെളിയുമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾക്ക് ഊമക്കത്തൊന്നും ആർക്കും അയക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാനൊരു ഊമക്കത്ത് അല്ലെങ്കിൽ ഫെഫ്കയിലുള്ള വേറൊരാൾ, മാനസികരോഗികൾ കുറവാണ് ഫെഫ്കയിൽ, ആരെങ്കിലും യവനെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഊമക്കത്ത് അയച്ചാൽ അത് അവൻ്റെ പറ്റിലേ എഴുതുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു കത്തെഴുതി എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താലും ഈ പറയുന്ന ഊമക്കത്ത് വീരൻ്റെ പേരിലേ വരൂ. അതാണ് രസം. അപ്പോൾ ഇനി ശബ്ദം മാറ്റി വിളിക്കലോ മാനസിക
എന്താ പറയുക, എന്ത് ചെയ്താലും, എന്ത് പീഡനം നടത്തിയാലും ഈ മാനസിക രോഗിയെ സംശയിക്കുള്ള ആളുകൾ. കാരണം ഫെഫ്കയിൽ നിന്ന് പുറത്തായപ്പോൾ അതാവും വീണ്ടും പഴയ പണി തുടങ്ങിയെന്നേ പറയുള്ളൂ. ഇത്തരം തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ സിനിമയിൽ, സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു ബി ഉണ്ണികൃഷ്ണനെ ഉള്ളൂ എന്ന് ഞാൻ സന്തോഷത്തോടെയാണ് പറയുന്നത്. ആ ഉണ്ണികൃഷ്ണൻ 15 വർഷം മുൻപ് നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാഹിത്യം, രാഷ്ട്രീയം, വ്യക്തിപരമായ കാര്യങ്ങൾ അതെല്ലാം മാറ്റി വച്ചിട്ടാണ് ഞാൻ സിനിമ മാത്രമാണ് ഇതിലുപയോഗിക്കുന്നത്. സംഘടനാ പ്രവർത്തനം കൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. തൊഴിലാളി സംഘടന എന്ന നിലയിൽ സംഘടനാ രംഗത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രതിസന്ധികളും പ്രതികരണങ്ങളുമാണ് സിനിമാ രംഗത്തു നിന്നും ഉണ്ടായത്. ആശയപരമായ ഏതു വിരോധവും വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ നേരിടുന്നത്. അപവാദങ്ങൾ, തെറ്റിദ്ധാരണകൾ, അജ്ഞാത ഫോൺ സന്ദേശങ്ങൾ, വധഭീഷണികൾ തുടങ്ങി വിവിധ കലാപരിപാടികളിൽ സമ്പന്നമായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. ഫെഫ്കയുടെ 2 വർഷക്കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാം ചെയ്തിരുന്നവനാണ് കമ്മിറ്റിയിലെടുത്തത്. 15 വർഷം മുമ്പ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ് അത്. 17 വർഷം കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വേറൊരു രസം. കുടുംബം ഭാഗം വയ്പിൽ കിട്ടിയതുപോലെ സിനിമാ സംഘടന കൊണ്ടു നടന്ന് വെട്ടിനിരത്തിൽ നടത്തിയ, എന്താ പറയുക, ഒരു മഹാൻ, ഞാൻ എപ്പോഴും പറയണ്ടല്ലോ, ആ മഹാൻ ഈ അടുത്ത കാലത്തും പറയുന്നത് കേട്ടു, എൻ്റെ കീഴിൽ എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി എൻ്റെ ഔദാര്യത്തിൽ നടന്ന ഉണ്ണികൃഷ്ണൻ നന്ദികേട് കാണിച്ചെന്ന്. കുടുംബ വകവല്ലാണ് പറയണ്ടേ. ഒരു ജനാധിപത്യ സംഘടനയിലാണ് എങ്ങനെ പറയുമോ? എൻ്റെ കീഴിൽ നടന്നവനാണ്. കുറേ കാലം ഉണ്ണികൃഷ്ണൻ നടന്നിരുന്നു എന്നുള്ളത് വേറെ സത്യം. എനിക്കെല്ലാം തികഞ്ഞ കൗതുകങ്ങൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്നും ഒരാളുടെ മൂല്യം അളക്കേണ്ടത് അയാളുടെ ശത്രുക്കളുടെ വലിപ്പം വെച്ചാണെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ ഏറെ ഭാഗ്യവാനാണെന്നും ഉണ്ണികൃഷ്ണൻ മറുപടി പറയുന്നു. അപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മാറ്റ 2ആയി പിളരാനുള്ള സാഹചര്യം വിനയനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിനയം മാത്രം വിചാരിച്ചുകൊണ്ടാണോ മാറ്റ പിളർന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, പ്രശ്നങ്ങൾ വിനയനിലേക്ക് കേന്ദ്രീകരിക്കുകയല്ല, സംഘടന വിനയനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഉണ്ണികൃഷ്ണൻ്റെ മറുപടി. എവരി വൺ ഗോട്ട് ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഇവിടെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാക്ട ഫെഡറേഷനാണ് തകർത്തത് എന്നും 2ആയി പിളരുകയല്ല, 99.98% പേരും ഫെഫ്കയിലും ചില്ലറ അവശിഷ്ടം മാത്രമേ മാക്ട ഫെഡറേഷനിൽ ബാക്കിയുള്ളൂ എന്നും ചോദ്യം ചോദിച്ച ആളിനും അറിയില്ല. ഉണ്ണികൃഷ്ണൻ അത് വിശദീകരിച്ചതുമില്ല. ഇന്നും മാക്ട എന്ന സംഘടനയുണ്ട് എന്ന പ്രതീതിയിൽ വിനയം നിൽക്കുന്നു. അതിനർത്ഥം എന്നും അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഉണ്ണികൃഷ്ണൻ പറയുന്ന മറുപടി. നല്ല മറുപടിയാണത്. ഇന്നും മാക്ട എന്ന സംഘടനയുണ്ട് എന്ന പ്രതീതിയിൽ വിനയം നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നും അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ചോദ്യകർത്താവ്, അവസാനം വരെ വിനയനോടൊപ്പം നിന്ന് പെട്ടെന്ന് മറുപുറം ചാടിയ അല്ലെങ്കിൽ മാറിയ ഒരാളാണ് താങ്കളെന്ന് പ്രശ്ന കലുഷിതമായ കാലത്ത് വിനയൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഇല്യൂഷനുകളിൽ ഒന്നാണത്. ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലകളിലുള്ള സംഘടനാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അനുചരനായി കൂടെ നിൽക്കുകയായിരുന്നില്ല. അത് 100% സത്യമാണ്. കാരണം അനുചരനായി അയാൾ സംഘടനയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പൈസയും കൊണ്ട് ജീവിക്കാൻ പോയ ആളല്ലല്ലോ ഉണ്ണികൃഷ്ണൻ. അവിടെ അങ്ങനെ ചട്ടമ്പിമാരെ കുറേ എണ്ണത്തിന് വളർത്തിയെടുത്തിരുന്നു. മരിച്ചുപോയ ചിലരുടെ പേര് പറയേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നില്ല. സംഘടനയിൽ വരുന്ന പൈസയിൽ നിന്ന് ഈ ഗുണ്ടാ പീസ് കൊടുക്കുമ്പോൾ അവന്മാർക്കെല്ലാം ചിലവിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ തല്ലാനും കൊല്ലാനും എന്ത് ഹീനകൃത്യം ചെയ്യാനും നിൽക്കുന്ന കുറേ എണ്ണത്തിനെ പഠിപ്പിച്ചെടുത്തിരുന്നു അക്കാലത്ത് മാക്ട ഫെഡറേഷൻ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അനുചരനായി കൂടെ നിൽക്കുകയായിരുന്നില്ല. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ചരിത്രവും സഞ്ചാരവും വെച്ച് നോക്കുമ്പോൾ വിനയനെപ്പോലെ ഒരാളുടെ കൂടെ അചഞ്ചലനായ കൂറ് കാണിച്ച് അടിമപ്പെടാനുള്ള സാംസ്കാരിക നിരക്ഷരത എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. തിലകൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നത് എല്ലാം തെറ്റാണെന്ന് വരുമോ എന്നായി ചോദ്യകർത്താവ്. അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. തികച്ചും സാങ്കല്പികമായ പ്രശ്നങ്ങൾ നിർമ്മിച്ച് അതിന്മേൽ സംവാദം ഉണ്ടാക്കുക, അതിനോട് കലഹിക്കുക,
അജ്ഞാത ശത്രുക്കളെ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഫെഫ്ക ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് സീരിയസായി ഞാൻ എടുത്തിട്ടില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്കൊരു വിരോധവുമില്ല എന്നാണ് 15 വർഷം മുമ്പ്, അതായത് തിലകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഈ അഭിമുഖം നടക്കുന്നത് 2010 ഫെബ്രുവരിയിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പിറ്റേ വർഷം 2011 രഞ്ജിത്ത് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു. അന്ന് രഞ്ജിത്ത് പ്രബലനായ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. അതിൽ അച്യുതമേനോൻ എന്നൊരു ഒരു പ്രമുഖ കഥാപാത്രം ആ സ്ക്രിപ്റ്റിലുണ്ട്. ആ വേഷം തിലകൻ ചെയ്താൽ നന്നാവും, അദ്ദേഹം ചെയ്താൽ മാത്രമേ നന്നാവൂ എന്ന് രഞ്ജിത്തിന് തോന്നി. രഞ്ജിത്ത് ഉണ്ണികൃഷ്ണനോട് കാര്യം പറയുന്നു. രഞ്ജിത്ത് അദ്ദേഹത്തെ വച്ച് സിനിമ ചെയ്യൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ നിർദ്ദേശിച്ചത്. തിലകൻ അഭിനയിച്ചു. നായകൻ പൃഥ്വിരാജായിരുന്നു. ചിത്രത്തിൻ്റെ പേര് ഇന്ത്യൻ റുപ്പി. അത് വേണ്ട രഞ്ജിത്തെ, നമ്മൾ സംഘടന വിലക്കി നിർത്തിയിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് തിലകനെ വെച്ച് ചെയ്യേണ്ട എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പിയിൽ തിലകൻ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ തിലകനോട് വ്യക്തിപരമാക്കി തീർക്കാൻ നടന്നിട്ടേ ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. താങ്കൾ അഹങ്കാരിയാണെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തതായി മാധ്യമപ്രവർത്തകരിൽ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. തർക്കശാസ്ത്രത്തിൻ്റേതായ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരു വിമർശകൻ്റെ ഭാഷയും ഭാവവുമാണ് എൻ്റേത്. സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ശരീരഭാഷയല്ല അത്. 100% ശരിയാണ്. നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കളെ കണ്ടാൽ ആ നേതാക്കളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ണികൃഷ്ണനില്ലല്ലോ. ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഒരു മുഖം മൂടി ധരിച്ച് നടക്കുന്നവരല്ലേ. ഫെഫ്ക എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ്റെ നേതാവായ ഉണ്ണികൃഷ്ണൻ വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്നു, വില കൂടിയ വസ്ത്രധാരണം നടത്തുന്നു, ബുദ്ധിജീവിയുടെ കണ്ണട വയ്ക്കുന്നു, സംസാരിക്കുന്ന എല്ലാം ബൗദ്ധികമായ കാര്യങ്ങളുമാണ്. ഒരിക്കലും ഒരു ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ശരീരഭാഷ ഉണ്ണികൃഷ്ണൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും പിന്നീട് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മീഡിയ ഫ്രണ്ട്ലി ആയി നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻറ്ററാക്ഷൻ രീതി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫലപ്രദമായെന്ന് അനുഭവം അത്ഭുതകരമെന്ന് പറയട്ടെ. ഞാൻ കൂടുതലും ആശയവിനിമയം നടത്തുന്നവരും ആത്മസുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ മാധ്യമങ്ങളെ ഒരു ശത്രുവായി കാണുന്ന ആളല്ല ഞാനെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങോട്ടാണ് പ്രയാണം തുടരുന്നത് എന്നായി അടുത്ത ചോദ്യം. എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഇതുവരെ ചെയ്തു വന്ന സിനിമകളിൽ നിന്ന് മാറി നടക്കുന്ന സിനിമകളാവും ഇനി ചെയ്യുക. ഉടനെ പൃഥ്വിരാജിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യും. കച്ചവട സിനിമയാണെങ്കിലും വ്യത്യസ്തമായിരിക്കും എന്നാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പറഞ്ഞ മറുപടി. ഈ അഭിമുഖത്തിന് പിന്നാലെ 9 മാസം കഴിഞ്ഞ് ഈ പറഞ്ഞ പടം വന്നു. പൃഥ്വിരാജ് നായകനായ പടം വന്നു. ദ ത്രില്ലർ എന്നായിരുന്നു പടത്തിൻ്റെ പേര്. പെറ്റ തള്ള സൈക്കിളായിരുന്നു എന്നാണ് എനിക്ക് ആ സിനിമയെക്കുറിച്ച് ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പറയുന്നത് കച്ചവട സിനിമയാണെങ്കിലും വ്യത്യസ്തമായ ഒരു മൂവി ആയിരിക്കും എന്നാണ്. ഒരു വ്യത്യസ്തതയും ദ ത്രില്ലർ എന്ന് പറഞ്ഞ പടത്തിനില്ലായിരുന്നു. ഈ വർഷം അവസാനം അഞ്ജലി മേനൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യും. അതും വ്യത്യസ്തമായിരിക്കും. അടുത്ത വർഷം സ്വന്തം പണം മുടക്കി ഒരു സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്യും. അതിൽ ലാഭമായിരിക്കില്ല പ്രധാനം. കച്ചവട സിനിമയിൽ നിന്നും ഉണ്ടാക്കുന്ന പണം ഈ രീതിയിൽ ചെലവഴിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. ലൈൻ പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ട് പിന്നെ അവസാനം ചെയ്ത സിനിമകളൊക്കെ കൂതറ സിനിമകളെന്ന് ഞാൻ പറയുന്നതാണ്. ഉണ്ണികൃഷ്ണനെ ഞാൻ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ കേസ് കൊടുത്തിരിക്കുന്നത്. 2 കോടതി കൊടുത്തിരിക്കുക. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണ, നിങ്ങൾ മാടമ്പി കഴിഞ്ഞ് ചെയ്ത ഒരു സിനിമയും നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട പലോളി എന്നൊക്കെ പറഞ്ഞ് ചെയ്ത പരമ വഷളം പടങ്ങളായിരുന്നു. അതുപോലെ ഏതൊക്കെയോ പടങ്ങൾ നിങ്ങൾ ചെയ്തു, പേര് പോലും എനിക്ക് ഓർമ്മയില്ലാത്തത്. പക്ഷെ താങ്കൾ പറയുന്നത് അങ്ങനെയല്ല. കച്ചവട സിനിമയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ഉദാത്തമായ സിനിമകൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ ഇതുവരെയും 15 വർഷം കഴിഞ്ഞിട്ടും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റിയൽ എസ്റ്റേറ്റിലോ മറ്റ് കച്ചവടങ്ങളിലോ എനിക്ക് താല്പര്യമില്ല എന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. നല്ല സിനിമകൾ സംവിധാനം ചെയ്തതുമില്ല, നിർമ്മിച്ചതുമില്ല. പകരം തിയേറ്റർ മുതലാളിയായി എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ 15 വർഷത്തെ ഉണ്ണികൃഷ്ണൻ്റെ ബാക്കി പത്രമെന്ന് പറയാം. ഇതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഫെഫ്കയുടെ തലപ്പത്ത് നിന്ന് ഞാൻ മാറും എന്നതാണ്. പറഞ്ഞതോർക്കണം.
2010 ഫെബ്രുവരിയിൽ 15 വർഷം മുമ്പ് ഒരാഴ്ച പോലും ഉണ്ണികൃഷ്ണൻ മാറി നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തിപരമായ താല്പര്യങ്ങളാണ് മാറി നിൽക്കാനുള്ള കാരണം. പുസ്തകരചനയുണ്ട്. നിങ്ങളോടൊക്കെ സമ്മതിക്കാൻ എനിക്ക് അവസരം നൽകിയ തരത്തിലുള്ള എഴുത്തുകളുടെ ഒരു സമാഹാരം ആലോചനയിലുണ്ട്. മറ്റൊന്ന് സാഹിത്യം, മറ്റ് കലാരൂപങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ ഡിസിപ്ലിനുകളുടെ വിശകലനത്തിലൂടെ കേരളത്തിൻ്റെ ഉന്മാദത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം എഴുതിയാൽ കൊള്ളാം എന്നുണ്ട്. 15 വർഷമായിട്ടും അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംവദിക്കുന്ന ബ്ലോഗുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്യണമെന്നുണ്ട്. ഇത്തരം സർഗാത്മക മോഹങ്ങളാണ് എന്നെ സംഘടനയിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഈ സർഗാത്മകമായ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 15 വർഷമായിട്ടും ഉണ്ണികൃഷ്ണൻ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു രസം. എന്താണ് സിനിമാ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇത്ര താല്പര്യം? പതിറ്റാണ്ടുകൾ ഈ മേഖലയിൽ നിന്നവർ കാണിക്കാത്ത ഒരു താല്പര്യം താങ്കൾ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ എന്നായി ചോദ്യകർത്താവ്. സിനിമ പൂർവ്വകാലത്ത് താങ്കൾ വ്യാപരിച്ച മേഖലകളിലൊന്നും ഇത്തരം കൂട്ടായ്മകളുടെ തലപ്പത്ത് തുടരെ നിൽക്കാൻ താങ്കൾ താല്പര്യവും കാണിച്ചില്ല എന്ന് അനുബന്ധമായി അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയമെന്ന പരികൽപ്പനയിൽ അതിൻ്റെ സ്ഥൂല അർത്ഥങ്ങളിൽ എനിക്ക് വലിയ വിശ്വാസമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സിനിമ ജീവിതത്തിന് മുമ്പ് ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തോ നിർണായക സ്ഥാനങ്ങളിലോ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടത് വളരെ അസംഘടിതമായ ഒരു തൊഴിൽ ശക്തി, വർക്ക് ഫോഴ്സ്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട അധികാര ശ്രേണി ബന്ധങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം കൃത്യമായി വാങ്ങിച്ച് എടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ, ക്രമീകരിക്കപ്പെട്ട വേതന വ്യവസ്ഥയുടെ അഭാവം എന്നിവയാണ്. അത്ഭുതകരമായ സംഗതി, മലയാള സിനിമയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമുണ്ടായത് വെറും 3 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് മാക്ട ഫെഡറേഷൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാക്ട ഫെഡറേഷൻ്റെ രൂപീകരണത്തോടെയാണ് എന്നുള്ളതാണ് അക്കാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുണ്ടായ ട്രേഡ് യൂണിയനാണ്, സിനിമാ ട്രേഡ് യൂണിയനാണ് കേരളത്തിലുള്ള മാക്ട ഫെഡറേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് മാക്ട ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവർ അടിസ്ഥാന തൊഴിൽ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നില്ല എന്നേ ഉണ്ണികൃഷ്ണൻ പറയുന്നുള്ളൂ. അതിനുമപ്പുറം ഞാൻ പറയും, അടിസ്ഥാന തൊഴിൽ വിഭാഗങ്ങളായ സിനിമയിലെ ലൈറ്റ് ബോയ്സിനെയോ പ്രൊഡക്ഷൻ ബോയ്സിനെയോ ഡ്രൈവേഴ്സിനെയോ ഒക്കെ മാക്ടയിൽ അംഗത്വം പോലും നൽകിയിരുന്നില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയേണ്ടിയിരുന്നത്. പിന്നല്ലേ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ. സിബി മലയിൽ ചെയർമാനും കമൽ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മാക്ട എക്സിക്യൂട്ടീവാണ് തൊഴിലാളി സംഘടന വേണമെന്ന ആശയം രൂപപ്പെടുത്തുകയും ഇതിനനുസരിച്ച് ആദ്യമായി ജനറൽ ബോഡിയിൽ പ്രമേയം കൊണ്ടുവരികയും ചെയ്തത്. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ പറയാം, സിബി മലയിൽ ചെയർമാനും കമൽ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അന്ന് ഉണ്ണികൃഷ്ണനെന്നും അതിൻ്റെ 7 അയലത്തില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ്റെ ചീഫ് എന്ന് സ്വയം പറഞ്ഞു കിടക്കുന്ന ആ മഹാനും മാക്ടയുടെ ഒരു അപ്പർ ബോഡിയിലും ഇല്ലായിരുന്നു. കേന്ദ്ര സംഘടനയായ പെപ്സിയുമായി ജോസ് തോമസ് അതിനു മുമ്പ് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ പിന്നീട് അതിൻ്റെ മൊത്തം പിതൃത്വം മറ്റൊരാൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വന്നു. അതിന് ഞാൻ അയാളെ കുറ്റം പറയില്ല. മാക്ട ഒരു ട്രേഡ് യൂണിയൻ സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുകയും മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടുവരാൻ തീരുമാനിക്കുന്നതിൽ എല്ലാ ചർച്ചകളിലും ഞാനടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവാണെന്ന് ഞാനില്ല എന്ന് പറഞ്ഞ് എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും, സിബി മലയിലിനെയൊക്കെ പോലുള്ളവർക്ക് പുച്ഛമായിരുന്നു അന്ന് മാക്ട ഫെഡറേഷനെ. എല്ലാവരും വലിഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് ഈ അയ്യാഴ്ച പോലെ എന്ന് പറയും പോലെ കൂലിക്കെടുത്ത കുറേ എണ്ണത്തിനെ കൊണ്ടിരുത്തിയിട്ട് ഈ സാർ മതി എന്ന് പറഞ്ഞ് ഒരു സർവാധികാരിക്കാരനെ മാക്ട ഫെഡറേഷൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നത്. അങ്ങനെ അയാളെ മാക്ട ഫെഡറേഷൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നതിൻ്റെ പേരിൽ അന്ന് പ്രതിഷേധിച്ച് ഞാൻ മാക്ട എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ മാക്ടയുടെ എക്സിക്യൂട്ടീവിന് പോലും പോവുകയോ സിബി മലയിലിൻ്റെ മുഖത്ത് നോക്കുകയും ചെയ്യില്ലായിരുന്നു. കാരണം ഇവരെല്ലാം കൂടി കൊണ്ടുവന്ന് താലത്തിൽ വെച്ചു കൊടുത്താണ് ഈ ഏകാധിപതിക്ക്. അങ്ങനെയാണ് ആ മാക്ട ഫെഡറേഷൻ നശിച്ചു പോയത് എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ണികൃഷ്ണൻ അടക്കം ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് പരസ്യമായി പ്രതികരിച്ച ഒരാളേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് എന്നോട് സിബി മലയിൽ ചോദിച്ചു, എന്താണ് ദിനേശ് എന്നോടൊരു ദേഷ്യം? ഞാൻ ഒന്നുമില്ല, നിങ്ങളെപ്പോലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂതറയുടെ കൈ കൊണ്ടുവന്ന് വച്ചു കൊടുത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അത് അന്നത്തെ സന്ദർഭത്തിൽ അത് വേണ്ടി വന്നു എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പോൾ
പക്ഷേ പിന്നീട് അതിൻ്റെ മൊത്തം പിതൃത്വം മറ്റൊരാൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വന്നു. അന്ന് ഞാൻ തിരക്കഥാകൃത്തായി മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. മാക്ട ഫെഡറേഷൻ രൂപീകൃതമായപ്പോൾ അതിൻ്റെ നിയമാവലിയും ചട്ടങ്ങളും തയ്യാറാക്കിയത് ജോൺ പോളും ഞാനും ചേർന്നാണ്. അന്നു മുതൽ സംഘടനയിൽ സജീവമായിരുന്ന ഞാൻ എഴുത്തുകാരുടെ സെക്രട്ടറിയുമായിരുന്നു. പിന്നീട് മാക്ട ഫെഡറേഷൻ്റെ തലപ്പത്ത് വരാൻ മുതിർന്നവർ പലരും വിമുഖത കാണിച്ചപ്പോഴാണ് വിനയൻ തലപ്പത്തേക്ക് വന്നത്. പിന്നീട് ഒരുപാട് സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. അതാണിപ്പോൾ ഫെഫ്കയിൽ എത്തി നിൽക്കുന്നത്. നിങ്ങളറിയുന്ന കോലാഹലങ്ങൾ മാക്ട ഫെഡറേഷൻ ഫെഫ്ക പ്രവർത്തനങ്ങളും തർക്കങ്ങളുമാണ്. പക്ഷേ തൊഴിലാളികളോട് ചോദിച്ചു നോക്കുക. അവരുടെ വേതന വർധന, സമയക്രമീകരണത്തിൽ മാറ്റമുണ്ടായത്, ഇതെല്ലാം വലിയ മാറ്റമാണ്. ഞാൻ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ കൃത്യമായും കമ്മിറ്റഡാണ്. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ സംഘടന മുഖ്യ ഭാരവാഹിയായി നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. 15 വർഷം കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട്. അതായത് സംഘടനയുടെ മുഖ്യ ഭാരവാഹിയായി നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് 15 വർഷമായി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ണികൃഷ്ണൻ ഈ ഡയലോഗ് പറഞ്ഞിട്ട്. ഉണ്ണികൃഷ്ണ, ഇനി ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിലും ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പോൾ അതിനൊരു ബേസായല്ലോ. ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിലും ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കും. ബ്ലാക്കും വൈറ്റുമായ നോട്ടുകെട്ടുകൾ കൊണ്ട് കളിക്കുന്ന സിനിമാ പിടുത്തക്കാരും ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന താരങ്ങളും മറുവശത്ത് നിൽക്കുന്ന സിനിമയിൽ താങ്കൾ പറയുന്ന അടിസ്ഥാന വർഗ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുകയും ഒപ്പം നിർമ്മാതാക്കളുടെയും അഭിനേതാക്കളുടെയും പ്രിയപ്പെട്ട മറ്റൊരാൾ ഫെഫ്കയുടെ നേതൃത്വം ഏറ്റെടുക്കാനില്ല എന്നതാണ് ഉണ്ണികൃഷ്ണൻ്റെ വിജയം, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ പ്രസക്തി എന്ന് ഞാൻ പറയും. കാരണം നടീനടന്മാരെ കൂടെ നിർത്താനോ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളെ കൂടെ നിർത്താനോ പറ്റുന്ന ഉണ്ണികൃഷ്ണനെ പോലെ സൗഹൃദമുള്ള ഒരാൾ ഫെഫ്കയുടെ തലപ്പത്ത് വരാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഫെഫ്ക വന്ന ശേഷമല്ലേ ഉണ്ണി സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ബി ഉണ്ണികൃഷ്ണനായത്. അത് ഉണ്ണികൃഷ്ണൻ മറക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശത്രുക്കളായി ആരോഗ്യമില്ലാത്ത ചിലരെ ഉണ്ണി ഉണ്ടാക്കിയെടുത്തെങ്കിലും ഉണ്ണികൃഷ്ണൻ എന്ന സംഘടനാ നേതാവിൻ്റെ ഒപ്പം നിൽക്കാൻ പ്രബലമായൊരു കൂട്ടത്തെ നേതാവായിരിക്കാൻ ഉണ്ണികൃഷ്ണനുണ്ടാവും. അത് ഉണ്ണികൃഷ്ണന് മാത്രമേ കഴിയുള്ളന്നേ. അവിടെ വേറൊരാളെ വാഴിച്ചാൽ സഖാവ് VS അച്യുതാനന്ദനുണ്ടായ ദൗർഭാഗ്യം ഉണ്ണികൃഷ്ണനും ഉണ്ടാകും ഉണ്ണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. VS അച്യുതാനന്ദനുണ്ടായ അതേ പരാജയം ഉണ്ണികൃഷ്ണനും ഉണ്ടാകും എന്ന് ഞാൻ പറയും. അങ്ങനെ വന്നാൽ VSനെ പോലെ പിടിച്ചു നിൽക്കാനുള്ള ആംബിയറൊന്നും ഉണ്ണികൃഷ്ണനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അറിയുന്നത് നല്ലതാണ് എന്ന് ഞാനും പറയും. VSനെ മൂലക്കിരുത്തിയെങ്കിലും VSൻ്റെ തട്ട് താണു തന്നെ ഇരുന്നിട്ടുണ്ട്. അത് അദ്ദേഹം മരിക്കുന്നതുവരെയും ആ തട്ട് അങ്ങനെ താണു തന്നെ ഇരിക്കും. പക്ഷേ അങ്ങനെ ഒരു തട്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറി അയ്യോ അച്ഛ പോവല്ലേ എന്ന് എല്ലാവരും കൂടെ പറയുമ്പോൾ ഞാൻ രാജിവെക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണികൃഷ്ണന് ഒരു പതനം വന്നാൽ, ഉണ്ണി കുറച്ച് നാളത്തേക്ക് മാറി നിന്നാൽ ഉറപ്പായും ബി ഉണ്ണികൃഷ്ണൻ മറ്റൊരു കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ UDF സർക്കാർ എന്തും ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുന്ന കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ വരച്ച വരയിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യിച്ച NSSൻ്റെ പ്രബലനായ ജനറൽ സെക്രട്ടറി ആയിരുന്നു കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. വളരെ കൂർമ്മ ബുദ്ധിയുള്ള കരുണാകരൻ ചെയ്തത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ സിംഗപ്പൂരിൻ്റെ ഹൈ കമ്മീഷണറായിട്ട് അയച്ചു. ഒരു വലിയ പോസ്റ്റ് നായർ സമുദായത്തിന് കിട്ടുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സിംഗപ്പൂരിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു 3 വർഷമോ 5 വർഷമോ എന്തോ കഴിഞ്ഞ് അവിടുത്തെ കാലാവധി കഴിഞ്ഞ് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ സ്വീകരിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഓടിച്ചെന്ന് അദ്ദേഹം രാജാവായി വാണ NSSൽ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അവസാനം അതിൻ്റെ എല്ലാ വേദനകളും സഹിച്ച് ഇഞ്ചിഞ്ചായി കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാർ മരിച്ചു എന്ന് ഞാൻ പറയും. ആ ഗതികേടിലേക്ക് ബി ഉണ്ണികൃഷ്ണൻ പോകരുത് എന്ന് ഞാൻ പറയും. കാരണം ബി ഉണ്ണികൃഷ്ണൻ ഒരു പതനം വന്നാൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ കുറച്ച് നാൾ മാറി നിന്നാൽ ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പത്തനംതിട്ടക്കാരനായതുകൊണ്ട്, അല്ലെങ്കിൽ പത്തനാപുരംകാരനായതുകൊണ്ട് നിങ്ങൾക്ക് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ അറിയാം, അല്ലെങ്കിൽ NSSലെ കഥകളൊക്കെ അറിയാമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ ഒന്ന് മാറി നിന്നാൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയായി മാറും ബി ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ പറയും. ഇന്ന് കാണുന്ന ആർഭാടങ്ങളും കൃത്രിമ ബഹുമാനങ്ങളും ഉണ്ണി സാറേ, ഉണ്ണിച്ചേട്ടാ, ഉണ്ണിമോനെ എന്നുള്ള വിളിയൊക്കെ മാഞ്ഞ് ഏതുണ്ണി എന്തുണ്ണി മണ്ണുണ്ണി എന്നാവും പിന്നെ പറയുക. അതുകൊണ്ട് തന്നെ ആകണം 2010 പറഞ്ഞത് 2025
ബി ഉണ്ണികൃഷ്ണൻ എന്ന ബുദ്ധിരാക്ഷസൻ നടപ്പിലാക്കാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ ഉണ്ണി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഫെഫ്കയുടെ തലപ്പത്ത് ഇപ്പം എനിക്ക് ശേഷം പ്രളയം എന്നൊന്നും നമ്മൾ പറയണ്ട, പക്ഷേ ഉണ്ണികൃഷ്ണൻ ഉള്ളിടത്തോളം കാലം ഫെഫ്കയ്ക്ക് കരുത്തുണ്ടാകും. നേരെ മറിച്ച് ഉണ്ണികൃഷ്ണൻ മാറി നിന്നാൽ ഫെഫ്കയും ദൗർബല്യത്തിലേക്ക് പോവും, ഉണ്ണികൃഷ്ണനും ഒന്നും അല്ലാതാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 15 വർഷം മുമ്പ് കൊടുത്ത അഭിമുഖത്തിലെ ഞാനിപ്പോൾ രാജിവെക്കും, വേറെ ആരെങ്കിലും ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ 15 വർഷം മുമ്പ് പറഞ്ഞ മുദ്രാവാക്യം ഇനിയും ഇട്ട് അലക്കണ്ട. ഇപ്പോഴും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ജനറൽ ബോഡിയിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടു, ഞാൻ തൽക്കാലം മാറി നിൽക്കാം, അപ്പർ ബോഡിയിൽ മാത്രം ഞാൻ ഇരിക്കാം, എന്നിട്ട് സംഘടന പുതിയ ആളുകൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. ഒരിക്കലും ഉണ്ണികൃഷ്ണൻ ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ എന്ന് പറഞ്ഞ പോലെ പറയുന്നു. ഉണ്ണികൃഷ്ണൻ ചാടിക്കളയരുത്, അത് ഉണ്ണികൃഷ്ണനും ദോഷമായിരിക്കും, ഫെഫ്കയ്ക്കും ദോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ഇതിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ ഒരു കേസ് കൂടെ കൊടുത്തു കളയരുത്. നിങ്ങളിലൊരു വക്കീൽ ഫെഫ്കയ്ക്കും മാറ്റയ്ക്കും ഒക്കെ ആയിട്ടൊരു വക്കീലുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ വരിൽ ഒരു കേസ് കൂടെ കൊടു എന്ന് പറയരുത് ഉണ്ണികൃഷ്ണൻ. ഞാൻ ഫെഫ്ക എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ഞാൻ ഈ 2 കേസ് കൊടുത്തതും ഉണ്ണികൃഷ്ണനെ വ്യക്തിപരമായല്ല, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. ഇത് 15 വർഷം മുമ്പ് നിങ്ങൾ കൊടുത്ത ആ അഭിമുഖം എൻ്റെ ഇരിപ്പുള്ളതുകൊണ്ട് ഇതിൽ കേസ് കൊടുത്താൽ എനിക്ക് എറണാകുളം വരെ വരണം, വക്കീലിന് പൈസ കൊടുക്കണം, സമയവും കളയണം. അതുകൊണ്ടാണ് പേടി, അല്ലാതെ എനിക്ക് കോടതിയൊന്നും ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിയമങ്ങളെ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് നിയമങ്ങളെ ബഹുമാനമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെ ഏത് കേസ് കൊടുത്താലും ഞാൻ പോടാ പുല്ലേ എന്ന് പറയുന്ന ഒരാളാണ്. കാരണം എന്നെ ശിക്ഷിക്കാവുന്ന തെമ്മാടി സ്വഭാവങ്ങളൊന്നും ഞാൻ കാണിക്കാറില്ല. ഇനി ഇത് കണ്ടിട്ട് ഉണ്ണികൃഷ്ണൻ്റെ കൂടെ നടക്കുന്ന എർത്തുകൾ ചേട്ടാ ഒന്നുകൂടെ കൊടിയേട്ടാ 3 കേസാവട്ടെ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ ചാരരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ ഫെഫ്ക നയിക്കട്ടെ, ഇനിയും കുറേ കാലത്തേക്ക് ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ തന്നെ ഫെഫ്ക ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.